താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടാനെത്തിയത് ഇരുചക്രവാഹനങ്ങളിലാണ്. അതെ, കുറ്റകൃത്യങ്ങളിലേക്ക് വിദ്യാർത്ഥികൾക്കുള്ള ഏറ്റവും എളുപ്പവഴിയാണ് ഈ ഇരുചക്രവാഹനങ്ങൾ. താമരശ്ശേരി കൊടുവള്ളി ഭാഗങ്ങളിൽ റോഡിലേക്ക് ഇറങ്ങിയാലുള്ള കാഴ്ചയാണിത്. ഹെൽമറ്റോ ലൈസൻസോ ഇല്ലാതെ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ ഇരുചക്രവാഹനങ്ങളുമായി യഥേഷ്ടം സഞ്ചരിക്കുന്നു. വിദ്യാർത്ഥികളെ കുറ്റകൃത്യങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഇരുചക്രവാഹനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. സ്കൂളുകളിലേക്ക് ബൈക്കുകൾ കൊണ്ടുവരുന്നതിന് വിലക്കുണ്ട്. പക്ഷേ രക്ഷിതാക്കൾ തന്നെ കുട്ടികൾക്ക് വാഹനം നൽകുമ്പോൾ ഈ വിലക്കുകൾക്ക് പുല്ലുവില. അക്രമപ്രവർത്തനങ്ങൾ നടത്താനും ലഹരി സംഘങ്ങളുമായി ബന്ധപ്പെടാനും അനുബന്ധ കുറ്റകൃത്യങ്ങൾക്കും കുട്ടികളെ ഈ ബൈക്കുകൾ സഹായിക്കുന്നു. ഇവർക്ക് പെട്ടെന്ന് എത്തിപ്പെടാനും പല സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഈ കൗമാരപ്രായക്കാർ ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാകും. അപ്പോൾ ഇനി രക്ഷിതാക്കൾ ഇനി നല്ലപോലെ ശ്രദ്ധിച്ചാലേ നമ്മൾ പോലീസിന് ഒരു പരിധി വരെയാണ് ഇത് തടയിടാൻ കഴിയുള്ളൂ. വീട്ടിലെ രക്ഷിതാക്കൾ തന്നെ ശ്രദ്ധിക്കണം. ലൈസൻസ് ഇല്ലാതെ കുട്ടിക്ക് വാഹനം കൊടുക്കുക നിർബന്ധമായും അത് ശ്രദ്ധിക്കണം. 18 വയസ്സ് കഴിഞ്ഞ് ലൈസൻസ് കിട്ടിയതിന് ശേഷം മാത്രമേ വാഹനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. ബൈക്ക് ഉപയോഗം തടഞ്ഞാൽ കുട്ടികളിലെ കുറ്റകൃത്യങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയുമെന്ന് ജനപ്രതിനിധികളും സാക്ഷ്യപ്പെടുത്തുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാത്രമല്ല, മഹല്ല് കമ്മിറ്റികളും ക്ഷേത്ര കമ്മിറ്റികളും അതോടൊപ്പം തന്നെ റെസിഡൻസ് അസോസിയേഷനുകളും, അപ്പോൾ അവരെയെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോലീസ് അധികാരികളുടെയും അതോടൊപ്പം തന്നെ മറ്റു സാമൂഹ്യ പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ആളുകളെ ബോധവൽക്കരിച്ചുകൊണ്ട് ഈ പ്രവണത അവസാനിപ്പിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകും. പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഇരുചക്രവാഹനത്തിൻ്റെ താക്കോലുകൾ നൽകുമ്പോൾ ഇനിയെങ്കിലും രക്ഷിതാക്കൾ ഓർക്കണം. വലിയ കുറ്റകൃത്യത്തിലേക്കുള്ള താക്കോലാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് നൽകുന്നതെന്ന്. വിനോദ് ബൊറായൊക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.